ഹലോ, വി ആർ ഗോയിങ് ടു വെള്ളൂനാടൻ ഫെസ്റ്റ്. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് വെള്ളൂനാടൻ ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ഒരൊറ്റപ്പാലംകാരിയായിരിക്കെ ഫെസ്റ്റ് കാണാൻ ഞങ്ങൾ ഇത്തിരി ലേറ്റായോ എന്നതിൽ സംശയമില്ലാതില്ല. ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ റേറ്റ് തന്നെയാണ്. അതിന് വേർത്താണോ എന്ന് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. വെറൈറ്റി ഫിഷസിനെ തന്നെയാണ് എൻട്രി പോർഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. മേലോട്ടും സൈഡിലോട്ടും എങ്ങോട്ട് നോക്കിയാലും നമുക്ക് മീനുകൾ പാഞ്ഞു പോകുന്നത് കാണാം. ഐ ഫീൽ ഒരു കടലിൻ്റെ നടുക്കപ്പെട്ട് ചുറ്റും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ. വലുതും ചെറുതുമായിട്ടുള്ള വെറൈറ്റി മീനുകളുണ്ട് ഇവിടെ. ബ്രീഡ് ടൈപ്പ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു. പേരറിയാത്ത മീനുകളെ നോക്കി ഞങ്ങൾ എല്ലാവരും നടന്നു. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയി തോന്നിയത് ഈ ഫിഷസിനെ ആയിരുന്നു. നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പല പല കളറിൽ നീന്തി പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഈ ഫിഷ് ടാങ്ക് ചെന്ന് അവസാനിക്കുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. കണ്ട് പരിചയമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അക്വാറിയത്തിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ അവധ സെറ്റായിരുന്നു. സ്ക്രീനിൽ കാണുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കിതൊക്കെ നേരിട്ടറിയാൻ ചിലർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയേക്കാം. ഐ തിങ്ക് ഈ ഒരു സെറ്റപ്പ് അവർക്കും ഓക്കെ ആയിരിക്കും. അവതാർ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സെയിം ബിജിഎമ്മും കളറിങ്ങും എല്ലാം മിക്സ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് കിട്ടും. മോൾ ലൈറ്റിങ്ങും സോങ്ങും കേട്ട് ഡാൻസ് കളിക്കുന്നതാണ് ഇത്. നമുക്ക് പറഞ്ഞും വീഡിയോയിലൂടെ മാത്രം കണ്ടും പരിചയമുള്ള ചില കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക തരം വൈബ് കിട്ടൂലേ, ആ സെയിം വൈബ് ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടി. ഡീറ്റെയിൽഡായി അവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗനും അവതാർ ക്യാരക്ടേഴ്സും ഒക്കെ ആയി നൈസായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വോൾ സെറ്റപ്പിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ട്രീ ആണ്. ഈ ട്രീ ഏത് ആംഗിൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് അങ്ങോട്ടെടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ചാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഇതുവരെ ഓക്കെ ആയിരുന്നു. പിന്നെ മൊത്തം കയ്യിൽ നിന്ന് പോയി. അതെന്താന്ന് വെച്ചാൽ പോപ്കോണിന് വഴക്കായി, ടോയ്സിന് വാശിയായി, നൊസ്റ്റു അടിക്കാൻ പാകത്തിൽ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. സ്വയം നിയന്ത്രിച്ചും മക്കളെയും പിടിച്ച് ഞങ്ങൾ ഒരു തരത്തിൽ പുറത്ത് കടന്നു. വേലിൽ കിടന്ന പാമ്പിനെ തോളിലിട്ട അവസ്ഥയാണ് പിന്നീടുണ്ടായത്. പുറത്ത് ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. യന്ത്രയൂഞ്ഞാലും ട്രെയിനും കാറും ഒക്കെയായി ഗ്രൗണ്ട് ഫുള്ളായിട്ടുണ്ട്. ഈ കാണുന്ന രസം കയറുമ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് ഒരു കുട്ടിക്ക് ഓരോ റൈഡിനും 60 രൂപ വെച്ച് കൊടുക്കണം. അതും ലിമിറ്റഡ് ടൈപ്പ്. അതത്തെ വെർത്തായി എനിക്ക് തോന്നിയില്ല. പൂതിപ്പെട്ട ബ്ലോപ്പൻ ബുക്ക് കിട്ടിയ തുള്ളലാണ് ഷയാനുവിന്. ആഗ്രഹിച്ചിട്ടും വാശി പിടിച്ചിട്ടും കിട്ടാത്ത പണ്ടത്തെ കളിപ്പാട്ടങ്ങളുടെ കണക്കില്ലേ നമ്മുടെ മൈൻഡിൽ. അങ്ങനൊരു ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരനുഭവം വേണ്ടെന്ന് കരുതി വാങ്ങിയതാണ് ഞാൻ. അരമണിക്കൂറിൻ്റെ ക്യൂരിയോസിറ്റി അവർക്കിതിലുണ്ടാവോ എന്നതറിയാഞ്ഞിട്ടല്ല, മേടിച്ചു കൊടുത്തില്ലല്ലോ എന്ന വേദന അവർക്കുണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടാണ്. വീട്ടിലെത്തിയപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാശി പിടിക്കില്ലെന്ന് അവൻ എനിക്ക് ഉറപ്പും തന്നു. പിന്നെ സ്പോഞ്ച് റൈഡിൽ എല്ലാവരും കുറച്ചു നേരം കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം.